ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ജോലിയൊക്കെ കിട്ടി, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയി പറയാനുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് മാസത്തില് 2-3 ദിവസങ്ങളില് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ഡേറ്റ്സ് ഉണ്ട്, ഓരോരോ ക്രെഡിറ്റ് കാർഡിന്റെ. സോ ആ ദിവസങ്ങളിൽ എങ്ങനെ പേയ്മെന്റ് പ്രോപ്പറായിട്ട് നടത്താം, ഈ ആശങ്കയിലാണ് മെജോറിറ്റി ആൾക്കാരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയില് എന്താണ് ക്രെഡിറ്റ് കാർഡ്, എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കോമൺ മാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണ്? ഒരുപാട് ആവശ്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കും, അല്ലെ, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാകണമെന്നില്ല. സോ അങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ യൂഷ്വലി എന്താ ചെയ്യുക? അപ്പം നമ്മുടെ പാരൻസ് ഒക്കെ അവർക്ക് പെട്ടെന്നൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപയുടെ ആവശ്യം വന്നു. മേ ബി അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഇപ്പം എൻ്റെ അമ്മയാവട്ടെ എൻ്റെ അച്ഛനാവട്ടെ സാധാരണ ചെയ്യുന്നത് എന്താ? നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൈസ കടം ചോദിക്കും, അല്ലേ? എനിക്ക് ഒരു 20,000 റുപ്പീസിൻ്റെ ആവശ്യമുണ്ട്. മേ ബി വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ള ആൾക്കാരുടെ അടുത്തോ പരിചയക്കാരുടെ അടുത്തോ നമ്മൾ പൈസ കടം ചോദിക്കും, അല്ലെ? 20,000 അല്ലെങ്കിൽ 25,000 വേണം, ഞാൻ ഈ പറയുന്ന ദിവസം തിരിച്ചു തരാം. ദെൻ അതിനേക്കാൾ മുമ്പ് ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പൈസ ആവശ്യം വരുന്ന സമയത്ത് നേരെ പോയിട്ട് വട്ടപ്പലിശയ്ക്ക് കാശ് കടം മേടിക്കുന്ന പരിപാടിയുണ്ട്. അത് 100-ക്ക് 10, 100-ക്ക് 15 എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലഘട്ടത്തിൽ എന്താണ് കൈവായ്പ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ. ഭയങ്കര പലിശയാ. ആദ്യത്തെ പലിശ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ബാക്കി പൈസ തരാം. യൂഷ്വലി ഇങ്ങനെയാണ് പഴയ കാലഘട്ടത്തിൽ നടന്നു പോകാറ്. ദെൻ ഈ സെയിം പരിപാടി തന്നെ അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി എന്താ? പലിശയ്ക്ക് കടം കൊടുത്ത ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കൈവായ്പ മേടിച്ചിട്ടുള്ളതെങ്കിൽ ഇൻ ടൈമിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാർ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് പലിശ പ്രോപ്പറായിട്ട് കിട്ടണം, മുതലിനേക്കാൾ ഉപരി അവർക്ക് വേണ്ട എന്താണ്? പലിശയാണ്. ബിക്കോസ് അത് അവർക്കൊരു ബിസിനസ്സാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി നമ്മുടെ നാട്ടിൻ പ്രദേശത്താവട്ടെ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരാറ്. നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക് നമ്മൾ ചെയ്യാറ്. ദെൻ കാലഘട്ടം മാറി, ടെക്നോളജി കുറച്ചും കൂടിയും നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ടൊരു കാര്യം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാം. സോ ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ കാർഡ് ബാങ്ക് നമുക്ക് തന്നു. അതെല്ലാവർക്കും ഉള്ള ഒരു കാർഡാണ്. അതിനെയാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയാം. നമുക്ക് ATM മെഷീനിൽ നിന്ന് ആ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മുടെ സ്വന്തം പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയാം. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ട് കേട്ടെ. അപ്പൊ എന്താണ് ക്രെഡിറ്റ് കാർഡ്? എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിരിക്കുമോ? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ പല ആൾക്കാരുടെ അടുത്തും ക്രെഡിറ്റ് കാർഡ് ഒന്ന് അപ്ലൈ ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അവർ പറയും, നമുക്കറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്, ഇത് യൂസ് ചെയ്യാൻ അറിയില്ല. സോ പലരും ഇത് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് കാർഡ്? എല്ലാവരുടെ കയ്യിലും ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കും. പൈസ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ബാങ്ക് എന്തായാലും നൽകുന്ന ഒന്നാണ് ഡെബിറ്റ് കാർഡ്. ബട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ കടം മേടിക്കുന്ന പരിപാടിയാണ്, അല്ലെ? കൈവായ്പയാവട്ടെ, നമുക്കറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി പൈസ ചോദിക്കുന്നു. അവിടെ നമ്മൾ നമ്മുടെ ഈഗോ പണയം വെച്ചിട്ടാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുക. ഒരു 20,000 രൂപ കടം തരൂ, ഞാൻ ഈ പറയുന്ന ദിവസം തിരിച്ചു തരാം. ചിലപ്പോൾ 5 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലായിരിക്കും ഒരാളുടെ നിന്ന് കിട്ടുക, അല്ലെ? പിന്നാലെ കിടന്ന് ചില ആൾക്കാർ പറയും, പിന്നാലെ നമ്മൾ കിടന്ന് എന്ത് ചെയ്യണം? ചോദിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പറയും ഇറക്കേണ്ട ഒരു ആവശ്യമാണ്, ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അവിടെയാണ് പല ബാങ്കുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ കയറി വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു 20,000 രൂപയുടെ ആവശ്യമുണ്ട്. സോ ഞാൻ യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടുന്ന ആളാണ്. സോ എൻ്റെ മൊബൈൽ പെട്ടെന്ന് കേടായി. അപ്പോൾ ഒരു സാധാരണ ഒരു മൊബൈൽ മേടിക്കണമെങ്കിൽ ഒരു 20,000 എനിക്ക് വേണമെന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ 20,000 വേണം. എൻ്റെ കയ്യിൽ 20,000 എടുക്കാൻ പെട്ടെന്നില്ല. എനിക്കാണെങ്കിൽ ഈ മൊബൈൽ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. സോ ഈ 20,000 വേണ്ടിയിട്ട് നമ്മൾ ആരുടെ പിന്നാലെയും ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? ഞാൻ ഫോർ എക്സാമ്പിൾ മൈജിയുടെ ഷോപ്പിലോട്ട് പോകുന്നു. എനിക്ക് വേണ്ട ഒരു മൊബൈൽ നോക്കുന്നു. അതിൻ്റെ എമൗണ്ട് 20,000 റുപ്പീസാണ്, അല്ലെങ്കിൽ ഒരു 15,000 റുപ്പീസാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ കാർഡ് ഉണ്ടെങ്കിൽ, ബാങ്ക് നൽകുന്നതാണ്, ഉണ്ടെങ്കിൽ ഈ കാർഡ് വെച്ച് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടോ? ഇല്ല. എനിക്ക് 15,000 രൂപ മൈജിയിലോട്ട് കൊടുക്കണം. ബട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് ഈ പേയ്മെൻറ്റ് നൽകുന്നതാണ്. ദെൻ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ഈ പൈസ ബാങ്കിന് തിരിച്ചു കൊടുത്താൽ മതി. അത് നല്ലൊരു പരിപാടിയല്ലേ? എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പല ആൾക്കാരുടെ പിന്നാലെ കിടന്ന് നടന്ന് കൈവായ്പയൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ്സിൻ്റെ ബേസിൽ ഒരു ഡിജിറ്റൽ കാർഡ് നൽകാണ്. നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യാം, ഷോപ്പിംഗ് നടത്താൻ, നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ മേടിക്കാം, എന്ത് വേണമെങ്കിൽ മേടിക്കാം. ബാങ്ക് ഒരു നിശ്ചിത ടൈം പീരീഡ് നിങ്ങൾക്ക് ഇപ്പോൾ 30 ദിവസമോ 45 ദിവസമോ നൽകിയിട്ടുണ്ടായിരിക്കും. ആ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിനുള്ളിൽ ഈ 15,000 രൂപ നിങ്ങൾ ബാങ്കിലോട്ട് തിരിച്ചടച്ചാൽ മതി. 0% ഇൻട്രസ്റ്റ്. 0% ഇൻട്രസ്റ്റ്. നമ്മൾ 10 പൈസ എന്ത് കൊടുക്കേണ്ടതില്ല, പലിശ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വളരെ നല്ലൊരു പരിപാടിയല്ലേ? അപ്പം നിങ്ങൾക്ക് രണ്ടാമത് വരുന്നൊരു സംശയമായിരിക്കും, എന്തിൻ്റെ ബേസിലാണ് ബാങ്ക് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി? അപ്പോൾ അത് ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ആണോ, നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയും, റീപേയിങ് കപ്പാസിറ്റി, കടം മേടിച്ചാൽ നമ്മൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ സിബിൽ സ്കോർ എന്ന് പറയാം. ഇപ്പോൾ പല ആൾക്കാരും ബജാജിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് റീപേ ചെയ്ത്, നമ്മൾ കടം മേടിച്ച് റീപേ ചെയ്യുന്ന ഒരു ഹിസ്റ്ററി, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമുക്ക് ഈ പറയുന്ന സിബിൽ സ്കോർ ഉണ്ടാവുക. ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താലും നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും. സിബിൽ സ്കോർ നന്നായിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ലോണൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവിന് കിട്ടാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലോൺ കിട്ടാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുടെ ബേസിലായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ക്രെഡിറ്റ് കാർഡിന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ചിലപ്പോൾ 40,000 രൂപയായിരിക്കും, മറ്റൊരു വ്യക്തിക്ക് 50,000 രൂപയായിരിക്കും. സോ ഇങ്ങനെ പല കാര്യങ്ങളുടെ ബേസിലായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ 40,000 50,000, ഫോർ എക്സാമ്പിൾ 40,000 രൂപ ക്രെഡിറ്റ് ലിമിറ്റുള്ള ഒരു കാർഡാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് 40,000 വരെ ഷോപ്പ് ചെയ്യാം, സാധനങ്ങൾ മേടിക്കുക, അതിനുള്ള അവസരമുണ്ട്. ബാങ്ക് ഒരു നിശ്ചിത ദിവസം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ ഈ എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ 40,000 ആണ് ക്രെഡിറ്റ് ലിമിറ്റ് എങ്കിൽ ഞാൻ 35,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്തു. ദെൻ ബാങ്ക് പറഞ്ഞിട്ടുള്ള ദിവസത്തിനുള്ളിൽ ഞാൻ ഈ 35,000 രൂപ തിരിച്ചടയ്ക്കണം. അടച്ചില്ലെങ്കിൽ ഒരു ദിവസം കടന്നു പോയാൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? വളരെ കൂടുതൽ പലിശയായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരാം. കുറച്ചൊന്നല്ല, വളരെ കൂടുതൽ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. ഇതിൻ്റെ പ്രോബ്ലംസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ ആർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഇൻകത്തിൻ്റെ ബേസിൽ നിങ്ങൾക്ക് പല ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും.
ദെൻ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്താൽ മതി. ബട്ട് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? പലിശ നിങ്ങൾ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾ ബാങ്കിലോട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരാം. ദെൻ അത് മാത്രമല്ല ഒരുപാട് ഹിഡൻ ചാർജസ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ആനുവൽ മെയിൻ്റനൻസ് ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ പിന്നാലെ വരുന്ന മറ്റ് കാര്യങ്ങളാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ക്യാഷ് വിഡ്രോവലിനുള്ള ഒരു സൗകര്യം കൂടിയും ഈ ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. പർച്ചേസിങ് മാത്രമല്ല, ബട്ട് നിങ്ങൾ എപ്പോൾ പൈസ വിഡ്രോ ചെയ്യുന്നു ഈ പറയുന്ന കാർഡ് വെച്ചിട്ട് അപ്പം മുതൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കും. അത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന പേയ്മെൻറ്റ് ഡേറ്റ് പറയുന്നുണ്ടല്ലോ, ആ ഡേറ്റിന് ഇപ്പോൾ 35,000 രൂപയാണ് നമ്മൾ അടയ്ക്കാൻ ഉള്ള ബില്ലെങ്കിൽ ബാങ്ക് നമ്മുടെ അടുത്ത് മിക്കതും പറയാ മിനിമം പേയ്മെൻറ്റ് എമൗണ്ട് മേ ബി ഒരു 3,000 രൂപയായിരിക്കും. ദെൻ ഫുൾ എമൗണ്ട് 35,000 രൂപ. ഇങ്ങനെയായിരിക്കും മിക്കതും ബില്ല് വരാം. ഇത് കാണുമ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് അവെയർനെസ് ഇല്ലാത്ത ആൾക്കാർ, അതുപോലെ തന്നെ പൈസയ്ക്ക് ടൈറ്റായിട്ട് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഈ മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കും, ബാക്കിയുള്ളത് അടക്കില്ല. അപ്പം എന്താ ഉണ്ടാവുക? ഒരുപാട് പലിശ ബാങ്കിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇതിൽ ഏറ്റവും വരുന്നൊരു പ്രശ്നം എന്താ? ചിലപ്പോൾ പലരും ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് ആദ്യത്തെ 2-3 മാസമൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് പേ ചെയ്യും, പേയ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് നടത്തും. ദെൻ പിന്നെ നമുക്കറിയാം മനുഷ്യന്മാരുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടും. അപ്പോൾ 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, പിന്നെ നമ്മുടെ മുമ്പിലൊരു കോൺഫിഡൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഈ കാർഡ് വെച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂസേജ് കൂടി, സ്പെൻഡിങ് ഹാബിറ്റ്സ് കൂടി, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ കാർഡ് വെച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് ഇൻ ടൈമിൽ ഇത് പേ ചെയ്യാൻ സാധിക്കില്ല. അത് ബാങ്കിനറിയാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന മിനിമം ഡ്യൂ എമൗണ്ട് പേ ചെയ്യും, ബാക്കിയുള്ളത് അടയ്ക്കാണ്ട് വരുന്ന ഒരു സാഹചര്യങ്ങളെങ്കിലും പല ആൾക്കാരും സാധാരണക്കാരനാണല്ലോ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അവർക്ക് ലഭിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഇതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു വട്ടപ്പലിശ 10%, 15%, അതിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേടിക്കുന്ന പല ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് 0% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബട്ട് ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് വളരെ കൂടുതലാണ്. നമ്പർ 1. നമ്പർ 2 എന്താ? നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓട്ടോമാറ്റിക്കലി കൂടും. അത് ബാങ്കിനറിയാം. ദാറ്റ് ഈസ് സൈക്കോളജി. സോ 3 മാസമോ 4 മാസമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ ട്രാക്കിൽ പെട്ടുപോകാണ്. ഇതാണ് സാധാരണക്കാരൻ്റെ ലൈഫ്. ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിൽ നിന്ന് മറ്റൊരു ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിലോട്ട് ബാങ്ക് മാറ്റുന്നത്. സോ ഇങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് തുലഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അവെയർനെസ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതിലും വലിയ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ക്രെഡിറ്റ് കാർഡ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.